ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഇഷ്ടപ്പെടുന്ന, അത് എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ മുട്ട ഇഷ്ടപ്പെടാത്ത കുട്ടികൾ വളരെ കുറവായിരിക്കും അല്ലേ. മുട്ട ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ദോശയും മുട്ടയും അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ മുട്ട ദോശയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ദോശമാവ് എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ. ദോശമാവിൻ്റെ കൂടെ 2 മുട്ട വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ക്യാരറ്റോ സവോളയോ അതുപോലെ ക്യാപ്സിക്കോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാണോ അതും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു മുട്ട ദോശ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. ഒരു വെറൈറ്റി ആയിട്ട് എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ അല്ലേ ഉണ്ടാക്കി കൊടുക്കുക. അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട ദോശ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുട്ട ദോശ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ദോശമാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി മാവോ ദോശമാവോ ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. ദോശമാവാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇഡ്ഡലി മാവാണെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കുക, കുറച്ച് വെള്ളം ചേർത്തിട്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുക്കുന്നത്. ഒരു മുട്ടയിൽ ഒരു ദോശ ഉണ്ടാക്കി കാണിക്കുകയാണ്, അതുകൊണ്ടാണ് ഒരു മുട്ട എടുക്കുന്നത്. കൂടുതൽ ദോശ ഇപ്പോൾ ഒരു 3 ദോശ ആണെന്നുണ്ടെങ്കിൽ 2 മുട്ട എടുത്താൽ മതി കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. എൻ്റെ കയ്യിലുള്ളത് ഒരു സവാളയുടെ പകുതി, ഒരു തക്കാളിയുടെ പകുതി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം, ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഒരു പച്ചമുളക്. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് ഈ ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി സീഡ്സ് റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കത്തിന് പകരം മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഞാനിപ്പോൾ ക്യാപ്സിക്കം ചേർക്കുന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് എന്തെങ്കിലും ചേർക്കാം. ബീട്രൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ട് ചേർക്കാം. ഇനി ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ്, നമ്മുടെ ദോശമാവിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് വെജിറ്റബിൾസിന് മാത്രം ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഈ ഒരു മുട്ടയും ഇതിലേക്ക് ചേർക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനൊന്ന് കളർഫുൾ ആവാൻ വേണ്ടി തക്കാളി ചേർത്തുന്നേ ഉള്ളൂ, ഓപ്ഷണലാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ദോശക്കല്ല് ചൂടാക്കിയിട്ട് നെയ്യോ നല്ലെണ്ണയോ തേച്ചിട്ട് ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കട്ടെ. നമുക്ക് ദോശക്കല്ലും ചൂടാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് ദോശ ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിലും ദോശ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ദോശക്കല്ലിലേക്ക് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. ഞാൻ നല്ലെണ്ണയിലാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്ന് നല്ലെണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയ ബർണറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള ദോശകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വലിയ ബർണറിൽ വയ്ക്കരുത്, ചെറിയ ബർണറിൽ വയ്ക്കാം. ഇനി നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിക്കായിട്ട് ഒഴിക്കരുത്, ഒരുപാട് തിന്നായിട്ട് ഒഴിക്കരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഇനി ദോശയിൽ ഹോൾസ് വന്ന് തുടങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ദോശയിൽ ഹോൾസൊക്കെ വന്ന് ദോശ ഒരുവിധം കുക്കായിട്ടുണ്ട്, മുഴുവൻ കുക്കാവേണ്ട. നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം ആദ്യം. അതിനുശേഷം ഈ നമ്മുടെ വെജിറ്റബിൾ മുട്ട മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവിടെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് സ്പ്രെഡ് ചെയ്യാം. ആദ്യമേ തന്നെ സ്പ്രെഡ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ദോശ റെഡിയായി വരും. ഈ ഒരു മിക്സ് കൊണ്ട് നമ്മൾ ചെറിയ ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 മുട്ട ദോശയ്ക്കുള്ള അളവുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ദോശ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഒറ്റ ദോശയിൽ നിർത്തുന്നത്. നിങ്ങൾക്ക് 2 ദോശ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് ഭാഗം ദോശ കാണുന്ന രീതിയിലാണ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ചെറിയ ഫ്ലെയിമിൽ വെച്ച് ദോശ ഒന്ന് കുക്കായി മുട്ടയും ഒക്കെ ഒന്ന് കുക്കായി വരുന്ന രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയും മുട്ടയും ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ വെജിറ്റബിൾസും അതുപോലെ മുട്ടയും ഒന്ന് കുക്കായി വരണം. ഇതുപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യണ്ട, പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഒന്ന് ദോശയിലേക്ക് പിടിച്ചിരിക്കാനാണ് നമ്മൾ ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്.
ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട ദോശയുടെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ദോശ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് യാതൊരു കറികളും ഈ ഒരു ദോശയുടെ കൂടെ കഴിക്കാൻ ആവശ്യമില്ല. പിന്നെ തേങ്ങ ചട്നിയോ ഉള്ളി ചട്നിയോ നമ്മുടെ ടൊമാറ്റോ ചട്നിയോ ഒക്കെ ചേർത്ത് കഴിക്കാം. അതിൻ്റെയൊക്കെ റെസിപ്പി നീതാസ് ടേസ്റ്റ്ലാൻഡ് ചട്നി റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഞാൻ എന്താ ദോശ പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇതാണ് നമ്മുടെ ദോശ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.